ഞാനൊരിക്കൽ വളാഞ്ചേരി മർക്കസിന്റെ ആവശ്യാർത്ഥം മറ്റൊരു പണ്ഡിതനുമായി ഈജിപ്തിൽ പോയപ്പോൾ ഞങ്ങൾ ജാമിഉൽ അസ്ഹറിൽ നിന്ന് അസ്ർ നിസ്കാരം കഴിഞ്ഞ് വെളിയിലേക്ക് വന്ന് അവിടെയുള്ളൊരു പണ്ഡിതനുമായി കുശലം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ എൻ്റെ കൈ പിടിച്ചു. പോയി വായോ എൻ്റെ കൂടെ നിസ്കരിക്കുന്നു പറഞ്ഞു. അങ്ങനെ എനിക്ക് ജമാഅത്തിന്റെ വന്നിരായ നമ്മുടെ ഫഖ്റുദ്ദീൻ തങ്ങൾ വന്നിരിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അൽഹംദുലില്ലാഹ്. എനിക്ക് ജമാഅത്തിന്റെ കൂലി ലഭിക്കാനാണ് പള്ളിയിലെ ജമാഅത്ത് കഴിഞ്ഞല്ലോ, നീ എന്നൊന്ന് തുടരൂ എന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ ഞാൻ കൂടെ ഉണ്ടായിരുന്ന ആ മനുഷ്യനോട് പറഞ്ഞു, റൂമിലേക്ക് നടക്ക്, ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ഞാൻ നിസ്കരിക്കാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോൾ ആ മനുഷ്യന്റെ കൈമുട്ട് നനഞ്ഞിട്ടില്ല, ഉദു ചെയ്ത വെള്ളമുണ്ട്. ഞാൻ ചോദിച്ചു, താങ്കൾക്ക് മദ്ഹബ് ഉണ്ടോ ഇല്ലേ എന്ന്. ആ ചോദിക്കാൻ കാരണം മദ്ഹബിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവർ ആണ് 100-ൽ ഒരു 85% ഈജിപ്തിൽ. ഒരു പക്ഷേ അവാന്തര വിഭാഗം ഒരു 15% കണ്ടേക്കാം. ഇദ്ദേഹം ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റൂലല്ലോ. ഞാൻ ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു, ഞാൻ ഷാഫി മദ്ഹബുകാരനാണ് എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, ഞാനും ഷാഫി മദ്ഹബുകാരനാണ്. എന്താ പേര്? പേര് പറഞ്ഞു തന്നു, ഫളൽ എന്ന്. അങ്ങനെ എൻ്റെ പേര് ചോദിച്ചു, ഹംസ എന്ന് ഞാനും പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ഉദുഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന, തന്ത്രപൂർവ്വം ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്ന ആയത്താണ് എൻ്റെ മനോമുഖരത്തിൽ അപ്പോൾ വന്നത്. പെട്ടെന്ന് എടുത്തിയാടണ്ട എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു, ഉളുവിന്റെ ഫർളുകൾ അറിയാമോ എന്ന് ചോദിച്ചു. ചിരിച്ചുകൊണ്ട് അറിയാം. അദ്ദേഹം പറഞ്ഞു, ഒന്ന് നിയ്യത്ത് തന്നെയാണ്, മറ്റൊന്ന് മുഖം കഴുകുക, മറ്റൊന്ന് 2 കൈ കഴുകുക, മറ്റൊന്ന് തല തടവുക, മറ്റൊന്ന് 2 കാൽ കഴുകുക. ഖുർആൻ ആയത്ത് ഓർമ്മയിലുണ്ടോ? ഞാൻ ചോദിച്ചു. ഇല്ല. ഞാൻ പറഞ്ഞു, ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലു വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹു ബിറൂസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ. നിങ്ങൾ നിസ്കരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ മുഖം കഴുകുക, 2 കൈ മുട്ടുൾപ്പെടെ, ഇതെല്ലാം ഒരു പ്രാവശ്യമേ ഫർളുള്ളൂ. തസ്ലീസ് 3 പ്രാവശ്യം സുന്നത്താണ്. 2 കൈ മുട്ടുൾപ്പെടെ കഴുകുക. പിന്നീട് തല തടവുക, 2 കാൽ ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. ഇത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തപ്പോൾ അദ്ദേഹം കൈമലേക്ക് ശ്രദ്ധിച്ചു, മുട്ട് നനഞ്ഞിട്ടില്ല. അപ്പോ ഞാൻ ചോദിച്ചു, ഈ തർത്തീബ് എന്ന് പറഞ്ഞ നിസ്കാരത്തിന്റെ ഫർളായിട്ട് 6ാമത്തെ ഫർളായിട്ട് അദ്ദേഹം എണ്ണി. തർത്തീബുണ്ട്, ആദ്യം മുഖം തന്നെ കഴുകണം, പിന്നീടാണ് കൈ കഴുകേണ്ടത്, പിന്നീട് തല തടവണം, പിന്നീടാണ് കാല് കഴുകേണ്ടത്. ഞാൻ ചോദിച്ചു, തർത്തീബ് ഫർളാണെന്ന് എങ്ങനെയാണ് താങ്കൾ മനസ്സിലാക്കിയത് എന്ന്. അപ്പൊ അദ്ദേഹം ചിരിച്ചു, എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. അല്ലാഹുലാദിരി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുത്തു, ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലു വുജൂഹക്കും, നിങ്ങളുടെ മുഖം കഴുകുക, വഅയ്ദിയക്കും ഇലൽ മറാഫിഖി, കൈ മുട്ടുവരെ, മുട്ടുൾപ്പെടെ കഴുകുക. എന്നിട്ട് പിന്നെ കഴുകേണ്ട അവയവമാണ് കാല്, അത് പറഞ്ഞുകൂടായിരുന്നു. അർജുലക്കും ഇലൽ കഅബൈൻ, ഞെരിയാണി ഉൾപ്പെടെ കാല് കഴുകുക എന്ന്. അത് പറയാതെ അതിന്റെ ഇടക്ക് കയറ്റി തല തടവുന്നത് എന്തിനു പറഞ്ഞു? അതിൽ നിന്നാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി റഹ്മത്തുള്ളാഹി തആല അലൈഹി വുളുവിന്റെ ഫർളിൽ തർത്തീബ് ഫർളാണ് എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് കണ്ടുപിടിച്ചത്. തല തടവണം, അത് കാല് കഴുകുന്നതിന് മുമ്പാവണം.
ഇങ്ങനെയാണ് കണ്ടുപിടിച്ചത് എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ വഫഖക്കല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എൻ്റെ നെഞ്ചത്ത് കൊണ്ടൊന്ന് ചെറുതായിട്ട് അടിച്ചു. വലിയ സന്തോഷമായി. എന്നിട്ട് ഞാൻ പറഞ്ഞു, കാല് ഞെരിയാണ്, രണ്ട് കൈ മുട്ടുൾപ്പെടെ എന്ന് പറയുമ്പോ ഇബ്നു മാലിക്കിന്റെ അൽഫിയിലെ ആ ഈരടികൾ ഒന്ന് പാടിക്കൊടുത്തു. മുട്ട് ഉൾപ്പെടണം, മുട്ട് ഒഴിവാൻ പറ്റില്ല. മുട്ട് വരെ പറഞ്ഞാൽ മുട്ട് പുറത്തല്ല, അകത്താണ്. മുട്ടും കൂടെ അത് ഉൾപ്പെടണം. അതാണ് ആ പറഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തപ്പോ വലിയ സന്തോഷം. അദ്ദേഹവും ഞാനുമായിട്ട് അന്ന് മുതൽ ആ ബന്ധം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ വർഷവും എന്നെ വിളിച്ചു, ഈ കഴിഞ്ഞ വർഷവും എന്നെ വിളിച്ചിരുന്നു 2024. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കൂടിയ ഈ സദസ്സിലിരിക്കുന്ന ആർക്കെങ്കിലും ഒരു കുട്ടിക്ക്, ഒരു 5ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ച ഒരു കുട്ടിക്ക് നിസ്കാരത്തിന്റെ ഫർള് കറക്റ്റായിട്ട് കയ്യിന്റെ മുട്ട് നനയണം, മുട്ടുൾപ്പെടെ കഴുകണമെന്ന് അറിയാത്ത ആരെങ്കിലും കാണുമോ? ആരാണ് അതിന് കാരണം? ആരാണ് പഠിപ്പിച്ചത്? അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഭാവനം ചെയ്ത സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്ന് പറയുന്ന ആ വലിയ പ്രസ്ഥാനം ഇവിടെ നേടിയെടുത്തത്. മനസ്സിലാക്കണം, ഈ വലിയ ആ വടവൃക്ഷത്തെ നാം തള്ളിക്കളയരുത്. ആർക്കെങ്കിലും വേണ്ടിയിട്ട് എന്തെങ്കിലും ഭൗതിക ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് സമസ്തയെ നാം തള്ളരുത്, സമസ്തയെ വേദനിപ്പിക്കരുത്. ഏതെങ്കിലും അണ്ടന്റെയോ അടകോടന്റെയോ പ്രവർത്തനങ്ങളോ എന്തെങ്കിലും ചെയ്തികളോ ഒരുപക്ഷെ ബാഹ്യമായിട്ട് പെട്ടെന്ന് നമുക്ക് പുതുമകൾ കണ്ടേക്കാം. അത് കണ്ടുകൊണ്ട് സമസ്തയെ തള്ളരുത്, സമസ്തയെ ആക്ഷേപിക്കരുത്. നിങ്ങൾക്ക് നിസ്കരിക്കാൻ ആര് പഠിപ്പിച്ചു തന്നു? ഉദു ചെയ്യാൻ ആര് പഠിപ്പിച്ചു തന്നു? ഔറത്ത് മറക്കൽ എങ്ങനെയെന്ന് ആര് പഠിപ്പിച്ചു തന്നു? നിങ്ങളുടെ ഭാര്യയുമായി വൈവാഹിക ബന്ധത്തിൽ എങ്ങനെയാണ് ഏർപ്പെടേണ്ടത്? ഒരു കുഞ്ഞു പിറന്നാൽ എന്ത് നിങ്ങൾ ചെയ്യണം? ഒരു ഭാര്യയെ കാണാൻ പോകുന്നുവെങ്കിൽ കാണുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്? ഒരു പാനം വിട്ട് കിടക്കുന്നു നിങ്ങളുടെ പാനമെങ്കിൽ ബിസ്മില്ലാഹി മജ്രിഹാ വമുർസാഹാ ഇന്ന റബ്ബി ലഗഫൂറുർ റഹീം എന്ന് ചൊല്ലണമെന്ന് നിങ്ങൾക്ക് ആര് പഠിപ്പിച്ചു തന്നു? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ. ആരാണോ പഠിപ്പിച്ചു തന്നത്? പരിശുദ്ധ ഇസ്ലാമിൽ അദബ് എന്ന് പറയുന്നൊരു വിഷയമുണ്ട്. അത് വേണം, ബഹുമാനം വേണം. ഉപ്പ ഉമ്മ വാസിന് മൂത്തവർ, മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, പ്രവാചക പ്രഭുവിന്റെ പേരമക്കളായ ഈ സദാത്തുക്കൾ, ഇവരൊക്കെയും നാം ബഹുമാനിക്കണം. അള്ളാഹുവിന്റെ ശിആർ അത് ഹൃദയത്തിന്റെ തഖ്വ, അതിൽപ്പെട്ടതാ. തഖ്വ വേണം, അതുണ്ടായിരിക്കണം. നാം എങ്ങോട്ടും ഞാൻ കടക്കുന്നില്ല, നിങ്ങൾ ചിന്തിക്കുക. ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പ്രസ്ഥാനം വേണോ വേണ്ടേ? അതിൻ്റെതായ നേതാക്കന്മാരും അള്ളാഹുവിന്റെ മഹത്തുക്കളും സൂഫി വര്യരും ഔലിയാക്കന്മാരുമായിരുന്നു. ഒരു അറബി സുഹൃത്തുമായി കണ്യത്തുസ്ഥാനെ കാണാൻ ഞാൻ ചെന്നപ്പോൾ ഇതാരാണോ? സൈഫ് ഇബ്നു മുജ്രിം, കോടതിയിലെ ഒരു മെമ്പറാണ് UAE അബുദാബിയിൽ. സൈഫ്, അതെ. അവൻ എന്തിനിവിടെ വന്നു? ഇവിടെ ഒരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന്റെ ഉദ്ഘാടനത്തിന് വന്നതാണ്. ഇവിടുന്ന് ദുആ ചെയ്യിപ്പിക്കാൻ എന്നെ കൊണ്ടോ? അതെ.
ഞാൻ ഹംസക്കുട്ടി ആദർശേരി ചുറ്റുമുറിയാൻ മുസ്ലിയാരുണ്ടായിരുന്നല്ലോ, മുഹമ്മദ് മുസ്ലിയാരി മർഹൂം, എൻ്റെ ജ്യേഷ്ഠൻ. അദ്ദേഹം എൻ്റെ ജ്യേഷ്ഠനാണ്. നിങ്ങൾക്ക് എന്താ ജോലി? ഞാൻ ഖത്തീബ്. എന്താ ശമ്പളം? അത് പറയില്ല, പറയാൻ പറ്റില്ലോ. അപ്പോ ചിരിച്ചു. കൂടെ ഞാൻ എങ്കിലും സൂചിപ്പിച്ച് മോശമില്ലാത്തത്. അപ്പൊ എന്താ പടച്ചോനെ ഈ കാശൊക്കെ കാട്ടുന്നു വെച്ചു. കൂടെ കാളാവസ്ഥ മുസ്ലിയാരുണ്ടായിരുന്നു. അദ്ദേഹം എന്താണ് ജോലി? മുഅദ്ദിനാണ് പള്ളിയിൽ. എന്താണ് ശമ്പളം? അങ്ങനെ ചോദിച്ചു. സൈഫ് ഒരു സംഖ്യ കൊടുത്തു, ഞാനും കൊടുത്തു, സൈദലവി മുസ്ലിയാരും കൊടുത്തു. ഞങ്ങളുടെ കൂടെ രാമനാട്ടുകര അബുഹാജി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ബീവിയാണ്. അതാരാണ്? അത് അബുഹാജി, രാമനാട്ടുകര ബീവിയുടെ ഭർത്താവ്. ബീവിയോ സയ്യിദത്താണോ അവൾ എന്ന് ചോദിച്ചു. തങ്ങൾ കുടുംബത്തിൽപ്പെട്ടതാണോ? ഞാൻ പറഞ്ഞല്ല, ഉർഫൻ ബീവി. ചികിത്സ ചെയ്യുന്നവരെ നമ്മളെ കേരളക്കരയിൽ ബീവി എന്ന് വിളിക്കാറുണ്ടല്ലോ, ആ ബീവിയാണെന്ന് പറയാം. അപ്പൊ ഉർഫൻ ബീവിയുടെ ഭർത്താവ് അബു അല്ലേ എന്ന് ചോദിച്ചു. അതെ. അങ്ങനെ തമാശ പറഞ്ഞു. ഞങ്ങളൊക്കെ ഒരു സംഭാവന ഹദിയ കൊടുത്തു, അത് സ്വീകരിച്ചു. ഉടനെ വിളിച്ചു മകന് അബ്ദക്കുട്ടിയെ, കുഞ്ഞുമോനെയും വിളിച്ചു. ഇത് നിങ്ങൾ എടുക്കണം, ഈ ക്യാഷ് പകുതിയായി എടുത്തോ എന്ന് പറഞ്ഞു. ഞങ്ങൾ നന്ദിയിൽ നിന്ന് ശംസുൽ ഉലമയെ കണ്ടുവരികയായിരുന്നു. ളുഹർ നിസ്കരിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങളെ സൽക്കരിച്ചു, ചായയും മറ്റ് പലഹാരങ്ങളും തന്ന്. വരുമ്പോ തമാശയിൽ ഞാൻ പറഞ്ഞിരുന്നു കൂട്ടുകാരോടും അറബിയോടും മറ്റും, നമുക്ക് ഒരുപാട് കഷ്ടപ്പെട്ടു ജമ്മ് ആക്കി നിസ്കരിക്കാം ളുഹറും അസ്റും എന്ന്. ആ അഭിപ്രായം സ്വീകരിക്കണോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. സ്വീകരിക്കാം എന്ന് പറഞ്ഞിട്ടില്ല, സ്വീകരിക്കണോ എന്ന് ചോദിച്ചിരുന്നു. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ളുഹർ നിസ്കരിച്ചിരിക്കുന്നോ? കണ്ണിയത്ത് ഉസ്താദ് ചോദിക്കാം. ഇല്ല. ഇവിടുന്ന് അങ്ങോട്ട് കയറുന്നിടത്ത് തന്നെ ഒരു പള്ളിയുണ്ട്, അവിടെ നിന്ന് നിസ്കരിച്ചോ. കസീറായ സഫറിലും ജമ്മും കസീറും ആക്കാമെന്നുള്ള അഭിപ്രായമൊക്കെ കാണും, പക്ഷേ മുസ്ലിയാക്കന്മാരായി എടുക്കരുത്. ആരാ മൂപ്പരോട് ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞത്? എന്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. ഇവരൊക്കെയാണ് സമസ്തയുടെ സാരഥികൾ. ഈ മഹാമനീഷികൾ കെട്ടിപ്പടുത്ത ഈ പ്രസ്ഥാനം അവജ്ഞയോടെ തള്ളുകയോ ധിക്കരിക്കുകയോ നാം എവിടെ നിന്ന് പഠിച്ചു? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈജിപ്തിലെ ഒരു വലിയ മനുഷ്യൻ, നമ്മുടെ കുട്ടികൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയിൽ നിന്ന് ഇതുപോലുള്ളതായിരിക്കുന്ന അവസ്ഥകൾ വരികയില്ല. അല ഈ ഹാൽ ഇൻഷാ അല്ലാഹ് നാം നമ്മുടെ പ്രസ്ഥാനത്തെ ആദരപൂർവം ആദരിക്കുകയും ഒറ്റക്കെട്ടായി നിന്ന് ഈ പ്രസ്ഥാനത്തിന്റെ വേക്കിൽ നിന്ന് ഇവിടെ കാര്യങ്ങൾ നടക്കണം. വേണ്ട എന്നല്ല. നമുക്ക് ഗവൺമെന്റിൽ നിന്ന് നമ്മുടെ ഭരണഘടന അനുവദിച്ച പല കാര്യങ്ങളുമുണ്ട്. അത് നേടിയെടുക്കാൻ നമുക്കിവിടെ ആൾക്കാർ വേണം. അസംബ്ലിയിൽ നിന്നും പാർലമെന്റിലും ശബ്ദം നമുക്ക് വേണം. മുൻകഴിഞ്ഞ പണ്ഡിതന്മാരും നേതാക്കന്മാരും അക്കാര്യം ഒരിക്കലും തിരസ്കരിച്ചിട്ടില്ല. എന്നാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ സീതി സാഹിബ്, ഉപ്പി സാഹിബ്, MK ഹാജി, പോക്കർ സാഹിബ്, നമ്മുടെ KPA മജീദ് സാഹിബ്, ഒരുപാട് മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. ആരും സമസ്തയെ ധിക്കരിച്ചിട്ടില്ല, ആക്ഷേപിച്ചിട്ടില്ല. അങ്ങനെ ചരിത്രം തെളിയിക്കാൻ സാധ്യവും അല്ല. അപ്പോ ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ദീനിയായ കാര്യങ്ങൾ അത് സമസ്ത നേതൃത്വം നൽകും. അതിന്റെ കാര്യങ്ങൾ പഠിച്ച് സമസ്ത ചെയ്യും. നമുക്ക് രാഷ്ട്രീയ കാര്യങ്ങൾ അതിന് ആൾ വേണം. ആ പ്രസ്ഥാനം നശിച്ചുകൂടാ, അതിന് കേടുപാട് പറ്റരുത്. നമ്മെ കൊണ്ടുവരാൻ പാടില്ല, സഹായിക്കണം.
അത് വേണ്ട എന്ന് പറയുന്നവര് കാണുമോ പ്രയാസമാണ്. അപ്പൊ അതുകൊണ്ട് പരസ്പരം ആക്ഷേപങ്ങൾ പറയാനോ വഴക്കുണ്ടാക്കാനോ അതല്ലെങ്കിൽ ചിന്തിക്കാതെ ഏതെങ്കിലും പയ്യന്മാരുടെ ബെക്കിൽ സമസ്യയെ തള്ളിക്കൊണ്ട് നാം കൂടരുത് എന്ന് വിനയത്തിന്റെ ഭാഷയിൽ ബഹുമാനപ്പെട്ട നേതൃത്വത്തോട് ആവശ്യപ്പെടുകയാണ്. അള്ളാഹു നമ്മെ ഇഹപര വിജയികൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.